ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക ജയനോട് പറയുക, ആ യാമിനി ഉണ്ടല്ലോ, അവളെ ഞാനൊരു ഭ്രാന്തിയാക്കാൻ പോവുക. അവളെ വാ തുറന്ന് എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കാണിക്കുന്നവളെ വെറുതെ വിടാൻ പറ്റുമോ ജയ? ഈ അംബികയെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നവളാ. എന്നോട് എതിർക്കാൻ വരുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. വെറുതെ വിട്ട ചരിത്രവുമില്ല. പലിശ സഹിതം ഞാൻ കൊടുക്കും. അംബിക ഇങ്ങനെ പറയുന്നത് കേട്ട് ജയൻ ഇങ്ങനെ ആകെ വെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ജയനോട് പറയുക, ഒരുപക്ഷെ നാളെ ഇനി ജയൻ എനിക്കെതിരെ തിരിഞ്ഞാലും ജയൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ജയൻ ഈ ഫയലൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് മുഴുവട്ടനായിട്ട് റോഡിൽ കൂടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അത് ജയൻ മറക്കണ്ട കേട്ടോ. ജയൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് അംബിക അങ്ങ് പോവുകയാണ്. ജയനാണെങ്കിൽ പേടിച്ച് വിറച്ച് നെഞ്ചത്ത് കയ്യും വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ദൈവമേ, പിശാചിൻ്റെ അടുത്താണല്ലോ ഞാൻ വന്ന് പെട്ടുപോയത്. യാമിനിയുടെ അടുത്ത് വന്ന് അപ്പവും ശേഖരനും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താണെങ്കിലും തുറന്നു പറ, എൻ്റെ അമ്മയ്ക്ക് എന്താ? എൻ്റെ അമ്മയ്ക്ക് ഒന്നുമില്ലമ്മേ. ശേഖരനെ വിളിക്കുന്നു, യാമിനി എന്താണെങ്കിലും പറയാമിനി. യാമിനിക്ക് അവരോട് തുറന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അംബിക പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ്. നിന്റെ മകളുണ്ടല്ലോ അപ്പു, ചിന്നി ചിതറി റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് നിനക്ക് കാണണോ? ഈ വീട്ടിൽ ഒരു മുറിയിൽ നിന്റെ ഭർത്താവ് തൂങ്ങി മരിച്ചു നിൽക്കുന്നത് നിനക്ക് കാണണോ എന്നൊക്കെ പറഞ്ഞ് യാമിനിയെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ അംബിക. പക്ഷെ അതൊന്നും പറയാനിട്ട് യാമിനിക്ക് പറ്റുന്നതുമില്ല. പൂവും ശേഖരനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, യാമിനി നിനക്ക് എന്താന്നൊക്കെ ഇങ്ങനെ ശേഖരൻ ചോദിക്കുന്നു. പെട്ടെന്ന് യാമിനി സങ്കടത്തോടെ പറയാ, ശേഖരേട്ടാ എനിക്ക് ആ ടാബ്ലറ്റ് ഇങ്ങനെ എടുത്തതാ, ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ശേഖരൻ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. യാമിനി അത് കഴിച്ചുകൊണ്ട് കരയുവാണ്. എൻ്റെ അമ്മയ്ക്ക് ഒന്നുമില്ല, എൻ്റെ അമ്മ ഉറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ അപ്പു പറഞ്ഞ് തലയിൽ തടയി കൊടുക്കുവാണ്. ശേഖരൻ അപ്പുവിനോട് പറയുന്നു, മോള് കരയാതെ, അമ്മയ്ക്കൊന്നുമില്ല. ശേഖരൻ അങ്ങനെ അപ്പുവിനെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ്. ഈ സമയം ജയനാണെങ്കിൽ ആകെ പേടിച്ച് ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. എങ്ങനെയായി വിവരം ഇനി ഹൃദയ മോളെ ഒന്ന് അറിയിക്കുന്നത്? ഈശ്വര, ആ സൂർപ്പണ ഇവിടെ കാണാൻ നിൽക്കുന്നുണ്ടോ? എവിടെ നോക്കിയാലും അവരുടെ കണ്ണ് കാണാമല്ലോ എന്നിങ്ങനെ പേടിച്ച് ജയൻ ഓരോ സ്ഥലത്ത് നോക്കുവാണ്. എന്നിട്ടൊരു ഒതുങ്ങിയ സ്ഥലത്ത് വന്നുകൊണ്ട് ഋതികയെ വിളിക്കുന്നുണ്ട്. അപ്പോഴാ സമയത്ത് രാജുവും ഋതികയും വേണുവേട്ടനും ചേർന്ന് ജഗന്നാഥനെ കാത്തിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് ജയൻ്റെ ഫോൺ കോൾ ഋതികയ്ക്ക് വരുന്നത്. ജയേട്ടനാണല്ലോ വിളിക്കുന്നത്. എന്താ ജയേട്ട എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ ജയൻ പറയുന്നു, ഋതുമോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ ആ സമയത്ത് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുവാണ്. ഋതികയ്ക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ജയൻ പറയുന്നത്. ജയേട്ട ഞങ്ങളിപ്പോൾ ടൗണിൽ നിൽക്കുക, ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ജയേട്ടൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ജയേട്ടനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അയ്യോ അതല്ല മോളെ, എനിക്ക് ഇപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അതൊന്നും ഋതികയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഋതിക ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ജയൻ എന്നിട്ട് ടെൻഷനോടെ ഇങ്ങനെ ചുറ്റും നോക്കുക. അംബികയുടെ കണ്ണവിടെങ്ങാനും കാണുന്നുണ്ടോ? ഭൂതന എവിടെങ്കിലും ഒളിച്ചതെന്നിങ്ങനെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജയൻ പോവുകയാണ്. ഡൈനിങ് ഹാളിലോട്ട് ഫുഡ് കൊണ്ടുവെക്കുവാണ് അംബികയും വേലക്കാരിയും കൂടെ. പ്രതാപൻ ശേഖരനോട് ചോദിക്കുന്നു, ശേഖര യാമിനി വന്നില്ലേ? മോള് വിളിക്കാൻ പോയിട്ടുണ്ട് ചേട്ടാ, ഇപ്പോൾ വരുവാള് ഫുഡ് കഴിക്കാൻ. ഭയങ്കര സ്നേഹം അഭിനയിച്ച് വലിയ സന്തോഷത്തോടെ അംബിക ഇങ്ങനെ അവർക്ക് ഭക്ഷണം വിളമ്പുവാണ്. പ്രതാപൻ ചോദിക്കുന്നു, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മേൽനോട്ട ചുമതല ചേച്ചിക്കാണോ? അംബിക ചിരിച്ചോണ്ട് പറയുന്നു, മേൽനോട്ട ചുമതല മാത്രമല്ല, ഇന്ന് പലതും ഞാനാ ഉണ്ടാക്കിയത്. ദീപക്കിനെ അവിടെങ്ങും കാണാത്തതുകൊണ്ട് പ്രതാപൻ ചോദിക്കുന്നു, അല്ല ദീപക് എവിടെ ചേച്ചി? അതെ, അവൻ പുറത്തു പോയിരിക്കുക. ഈ സമയം കരഞ്ഞ് ക്ഷീണിച്ച് നല്ല ക്ഷീണത്തോടിരിക്കുന്ന യാമിനിയെ അപ്പു ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് വരികയാണ്. ഇരിക്കു യാമിനി എന്ന് പറഞ്ഞ് ശേഖരൻ യാമിനിയെ ശേഖരൻ്റെ അടുത്തോട്ട് തന്നെ ഇരുത്തുവാണ്. അപ്പു അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് പ്രതാപൻ ചോദിക്കുന്നു, എന്താ അപ്പു ഇരിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് തീരെ വിശപ്പില്ല. വിശപ്പില്ലെന്നോ? അത് പറ്റില്ല, അപ്പു അങ്ങോട്ട് ഇരുന്നേ എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പോൾ അപ്പു ഇങ്ങനെ യാമിനിയുടെ അടുത്ത ചേറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അംബിക അങ്ങനെ വിളമ്പി വെച്ച ഭക്ഷണം അപ്പു എടുത്ത് യാമിനിയുടെ അടുത്ത് വെച്ചിട്ട് പറയുന്നു, അമ്മ ഇത് കഴിക്കമ്മേ എന്ന് പറഞ്ഞിട്ട് അപ്പവും ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുവാണ്. ആ സമയത്ത് അംബിക ഇങ്ങനെ മനസ്സിൽ പറയാം, ഇവളുടെ അരവട്ട് ഞാൻ മുഴുവട്ടാക്കും എന്നും പറഞ്ഞ് അടുത്തിരുന്ന ഒരു സൂപ്പ് ഇങ്ങനെ അവൾ ഇളക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുവാണ്. അത് കണ്ടിങ്ങനെ യാമിനി ഒരുമാതിരി ഭയപ്പെടുവാണ്. ആ യാമിനിയെ ഭയപ്പെടുത്താൻ വേണ്ടി അവൾ വീണ്ടും ആ സൂപ്പ് ഇങ്ങനെ ഇളക്കുവാണ്. അംബിക പറഞ്ഞ വാക്കുകളെല്ലാം യാമിനി അങ്ങോട്ട് ഓർക്കുവാണ്. ഈ അംബിക പറയുന്ന വാക്കുകൾ യാമിനി അനുസരിക്കും. ഇല്ലെങ്കിൽ നീ മകളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട് ഒരു വിധവയായിട്ട് കഴിയേണ്ടി വരും. അംബിക ഇങ്ങനെ യാമിനിയെ തന്നെ നോക്കുവാണ്. എങ്ങനെയെങ്കിലും യാമിനിയെ ഒന്ന് വട്ടാക്കണമെന്നുള്ള പ്ലാനിലാണ് അവൾ ആ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവളുടെ ഉള്ളിൽ കിടക്കുന്ന ടാബ്ലറ്റിൻ്റെ ഫലം ഇപ്പം പുറത്ത് ചാടും എന്നും പറഞ്ഞ് ആ സൂപ്പ് ഒരു ബൗളിലോട്ടൊഴിച്ച് ശേഖരൻ അങ്ങോട്ട് കൊടുക്കുവാണ്. ശേഖരൻ അത് കണ്ടിട്ട് ചോദിക്കുന്നു, ഇതെന്താ ചേച്ചി, സൂപ്പാണ്? അതേ ശേഖര, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ യാമിനി വീണ്ടും ഭയക്കുവാണ്. ദുർമരണങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഇവള് പറഞ്ഞല്ലോ, അപ്പോഴീ സൂപ്പിൽ എന്തെങ്കിലും പോയിസൺ കലക്കി കാണുമോ എന്നുള്ള പേടിയായി യാമിനിക്ക്. യാമിനി ഇങ്ങനെ സംശയത്തോടെ തന്നെ ആ സൂപ്പേൽ ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് പ്രതാപൻ ആ സൂപ്പ് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ യാമിനി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങ് തട്ടിക്കളയുവാണ്. അത് കുടിക്കരുത്, അത് കുടിക്കരുത്, അതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട്. എല്ലാവരും ഞെട്ടി അങ്ങ് എഴുന്നേൽക്കുവാണ്. അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കരയുവാണ് അപ്പു. യാമിനി വീണ്ടും പറയാ, പ്രതാപേട്ട, ആ സൂപ്പിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട്. അത് കേട്ട അംബിക ചോദിക്കുന്നു, എന്തും മര്യാദകടാടി നീ പറയുന്നത്? ഞാൻ എൻ്റെ ആങ്ങളമാർക്ക് വിഷം കൊടുക്കുവോ? ഇവൾക്ക് ഭ്രാന്താണ്. ശേഖരനാണെങ്കിൽ സങ്കടത്തോടെ യാമിനിന്ന് വിളിക്കുക. ശേഖരൻ്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അംബികയോട് ചോദിക്കുന്ന യാമിനി, അതേടി എനിക്ക് ഭ്രാന്താ എന്നും പറഞ്ഞ് യാമിനി അംബികയുടെ കരണം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയായിപ്പോയി. അവളിങ്ങനെ കരണത്തെ കയ്യും വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അംബിക. എന്നിട്ട് യാമിനിയുടെ കഴുത്തിന് കയറി കുത്തി പിടിക്കുവാണ്. കൊല്ലുവടി നിന്നെ, ഇവള് ദുഷ്ടയാ, ഇവളെല്ലാവർക്കും വിഷം കൊടുത്ത് കൊല്ലും എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, എന്താ യാമിനി ഈ കാണിക്കുന്നത്? അപ്പുവാണെങ്കിൽ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് കരയുവാണ്. അങ്ങനെ ശേഖരനും അപ്പുവും ചേർന്ന് യാമിനിയെ ഇങ്ങനെ പിടിച്ച് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അടികൊണ്ട് തടവിക്കൊണ്ട് നിൽക്കുന്ന അംബികയെ നോക്കി പ്രതാപൻ ചേച്ചിന്ന് വിളിക്കുമ്പോൾ, നീ വിഷമിക്കണ്ടാടാ, അവളെന്നെ മനഃപൂർവ്വം തല്ലിയതല്ലല്ലോ, അവളുടെ മാനസിക നില തകർന്നതുകൊണ്ടല്ലേ. നല്ല ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് യാമിനിക്ക് ആവശ്യമാണ് എന്നിങ്ങനെ പ്രതാപം പറയുമ്പോൾ അംബിക പറയുന്നു, നല്ല ഡോക്ടർ തന്നെയാണ് യാമിനിയെ ചികിത്സിക്കുന്നത്. വിഷമത്തോടെ ശേഖരൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നു, ശേഖര, നീ വിഷമിക്കണ്ട, ഇതൊരു ചെറിയ മെൻ്റൽ പ്രോബ്ലം അല്ലേ, അതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞ് പ്രതാപൻ കൈവാഷ് ചെയ്യാനായിട്ട് പോവാണ്. അംബികയാണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കുക. റൂമിലെ കട്ടിലിൽ കിടന്ന് യാമിനി ഇങ്ങനെ പൊട്ടിക്കരയാണ്. അത് കണ്ട് അപ്പൂന് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ അമ്മേ, എൻ്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അമ്മ എന്നോട് പറയമ്മേ, എൻ്റെ അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അപ്പോൾ യാമിനി ഇങ്ങനെ അപ്പൂനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, അമ്മയ്ക്ക് അസുഖം ഒന്നുമില്ല, പിന്നെ എന്തിനാ എൻ്റെ അമ്മ ഇങ്ങനെ കരയുന്നേ? എൻ്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് എന്നോട് പറയമ്മേ. അപ്പോൾ യാമിനി പറയുക, ആ അംബിക ഉണ്ടല്ലോ, അംബിക, അവൾ പിശാച, അവൾ എല്ലാവരെയും കൊല്ലും. എൻ്റെ പൊന്നുമോൾ അവളുടെ അടുത്തോട്ടെങ്ങും പോകല്ലേ, അവൾ കൊല്ലും. ഇല്ലമ്മേ, പോവത്തില്ല എന്ന് പറയുമ്പോൾ അപ്പൂവിനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിക്കുവാണ് യാമിനി. എല്ലാം അവൾ വിചാരിച്ച പോലെ നടക്കുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് അംബിക. അപ്പോൾ അവളുടെ അടുത്തോട്ട് ചിരിച്ചുകൊണ്ട് വരുവാണ് ദീപക്. കൺഗ്രാജുലേഷൻ മോനെ, താങ്ക് യു അമ്മേ എന്നിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എടാ, അവൻ സേഫ് അല്ലേ എന്നിങ്ങനെ അംബിക ചോദിക്കുമ്പോൾ ദീപക് പറയാ, പിന്നല്ലേ, അവൻ ഇനി നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. അത് കേട്ടാ മതി മോനെ, എനിക്ക് നന്നായിട്ട് ചതച്ചോ അവനെ. ആവശ്യത്തിനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ ചത്തൊന്നും പോകത്തില്ലല്ലോ മോനെ. അതൊന്നും ഇല്ലമ്മേ, അവൻ നല്ല ഹെൽത്തിയാണ്, ഉടനെ ഒന്നും അയാൾ ചാകത്തില്ല. അംബിക പറയുക, അതാ മോനെ എനിക്കും വേണ്ടത്, അവനെ കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അപ്പോൾ ദീപക് അംബികയോട് ചോദിക്കുന്നു, അല്ലമ്മേ, എന്തായി അവരുടെ കാര്യം? യാമിനിയെക്കുറിച്ചാണ് തിരക്കുന്നത്. നമുക്ക് നേരെ ശബ്ദം ഉയർത്തിയ അവളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല. അവളെ ഞാനൊരു ഭ്രാന്തിയാക്കും എന്നൊക്കെ ഇങ്ങനെ അംബിക ദീപക്കിനോട് പറയുവാണ്. ആ സമയം ഡോക്ടർ വന്നിട്ടുണ്ട് യാമിനിയെ പരിശോധിക്കാനായിട്ട്. തൊട്ടരികിൽ തന്നെ അംബികയും ദീപക്കും ശേഖരനും അപ്പും എല്ലാം ഉണ്ട്. ഡോക്ടർ അപ്പോൾ പറയുന്നു, ഞാൻ തന്നിരിക്കുന്ന ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് യാമിനിയെ നോക്കി ഡോക്ടർ പറയുന്നു, എന്തിനാ ഇത്ര ടെൻഷൻ, സമാധാനമായിട്ട് കിടക്ക്, നിങ്ങളൊന്ന് പുറത്തോട്ട് വന്നേ എന്നും പറഞ്ഞ് ഡോക്ടർ അവരെ വിളിക്കുന്നുണ്ട്. ശേഖരനും അംബികയും ദീപക്കും ഡോക്ടറോടൊപ്പം വരുന്നുണ്ട്. യാമിനിയുടെ അരികിലിരുന്ന് അപ്പു കെട്ടിപ്പിടിച്ച് കരയുക, എൻ്റെ അമ്മയ്ക്ക് ഒന്നുമില്ല, എൻ്റെ അമ്മ ടെൻഷനൊന്നും എടുക്കല്ലേ എന്ന് പറയുമ്പോൾ ടെൻഷനോടുകൂടി തന്നെ യാമിനി ഇങ്ങനെ അപ്പുവിൻ്റെ കയ്യിൽ കയറി മുറുക്ക പിടിക്കുവാണ്. ജയനാണെങ്കിൽ ആകെ പേടിച്ച് ടെൻഷനോടുകൂടി ആ ഹാളിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങോട്ടാണ് ഡോക്ടറും അംബികയും ദീപക്കും ശേഖരനും എല്ലാം വന്നിരിക്കുന്നത്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, മെൻ്റൽ ഡിപ്രഷൻ തന്നെയാണ്, വിഷാദ രോഗം, അതാണ് പ്രോബ്ലം. അത് സാവധാനം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും പറയാതിരിക്കുക. ആരും കൂടുതലായിട്ട് യാമിനിയോട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. നല്ല ഏകാന്തതയും റെസ്റ്റുമാണ് ഇപ്പോൾ ആവശ്യം. ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ട് ജയൻ പെട്ടെന്ന് അംബികയെ നോക്കുക.
അംബികയാണെങ്കിൽ ദേഷ്യത്തോടെ ജയനെ നോക്കുന്നു. ഞാൻ തന്ന മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മതി, എല്ലാം സാവധാനം മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ശേഖരൻ അങ്ങനെ റൂമിലോട്ട് പോയ പറവ് ദീപക്കും അംബികയെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുക. അംബികയെ നോക്കിക്കൊണ്ട് ജയൻ ഇങ്ങനെ മനസ്സിൽ പറയുക, ഇവളൊക്കെ എന്തൊരാൾക്കാരാ, പിശാച്. ജഗന്നാഥനെ കാണാൻ വന്നിട്ട് ജഗന്നാഥൻ ഇതുവരെയും വന്നില്ല. ജഗന്നാഥനെ ദീപക്ക് തട്ടിക്കൊണ്ടുപോയ കാര്യം ഇവർക്കൊട്ട് അറിയത്തതുമില്ല. രാജുവും ഋതികയും വേണുവേട്ടനും ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ചേടാ, പറഞ്ഞ നേരം ഒക്കെ കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ, ശരി തിരിച്ച് വീട്ടിൽ പോയേക്കാം എന്നൊക്കെ അവരിങ്ങനെ വിചാരിക്കുവാണ്. വേണുവേട്ടൻ പെട്ടെന്ന് ജഗന്നാഥൻ്റെ ഫോണിലോട്ട് വിളിച്ചു നോക്കുന്നുണ്ട്. ഫോണിട്ട് റിങ് ആകുന്നതുമില്ല. രാജു പറയുക, അങ്ങേര് ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വരാനായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനെ. അപ്പോൾ വേണുവേട്ടൻ പറയും, എടാ ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അച്ഛാ, അതിനെ വിളിച്ചിട്ട് എന്ത് പ്രയോജനം, അയാൾ റെസ്പോണ്ട് ചെയ്യണ്ടേ? ഏതായാലും അങ്കിൾ ഒന്നുകൂടെ ഒന്ന് വിളിച്ച്, കിട്ടിയില്ലെങ്കിൽ നമുക്കങ്ങ് വീട്ടിൽ പോകാം എന്നിങ്ങനെ ഋതിക പറയുവാണ്. വേണുവേട്ടൻ വീണ്ടും ജഗന്നാഥനെ വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ വേണുവേട്ടൻ പറയുന്നു, ഇനി നിന്നിട്ട് കാര്യമില്ല, ഫോൺ സ്വിച്ച് ഓഫാ, വാ നമുക്കിനി എന്നാൽ വീട്ടിൽ പോകാം എന്നും പറഞ്ഞ് അവരിങ്ങനെ വീട്ടിലോട്ട് വരുവാണ്. ശേഖരനാണെങ്കിൽ യാമിനിയുടെ കാര്യം ഓർത്തിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാജു അങ്ങോട്ട് കയറി വരുന്നത്. രാജു ചോദിക്കുന്ന, യാമിനി മാഡത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ? അങ്ങനെ തന്നെ ഇരിക്കുക രാജു എന്നിങ്ങനെ പറയുമ്പോൾ രാജു പറയാം, സാറ് പ്രയാസപ്പെടല്ലേ, ഇതൊരു രോഗമല്ലേ, രോഗത്തിൻ്റെതായ അതായത് ചികിത്സയില്ലേ, അതിനിത് സാധാരണ രോഗമല്ലല്ലോ രാജു, മനോരോഗമല്ലേ. എൻ്റെ പൊന്നു സാറേ, ചികിത്സിച്ചാൽ മാറാത്ത രോഗവേദ. എൻ്റെ അറിവിൽ ഇതൊരു ഡിപ്രഷന്, ഇതൊരു ചെറിയ കാര്യമാണ്. അതിന് സാർ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മേഡത്തിന് എന്തെങ്കിലും ടെൻഷനാകുന്ന കാര്യം ഉണ്ടായോ? അത് എൻ്റെ അറിവിൽ ഒന്നുമില്ല രാജു, എങ്കിലും സാറൊന്ന് ചോദിച്ചു നോക്കാമായിരുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് പറയുമായിരുന്നല്ലോ. സംശയത്തോടെ രാജു ചോദിക്കുന്നു, അംബിക മേഡമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അത് പിന്നെ രാജു, യാമിനി ഇവിടെ വന്ന കാലം മുതലേ ഉള്ളതല്ലേ, അവളതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല. അപ്പു നന്നായിട്ട് പഠിക്കുന്നുമുണ്ട്, സാറുമായിട്ട് സൗന്ദര്യപ്പിണക്കവും ഇല്ല, പിന്നെ എന്തായിരിക്കും കാര്യം? അപ്പോൾ ശേഖരൻ പറയാം, രാജു ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്, ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ല, പിന്നെ എന്താ പറ്റിയതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും സാറ് സമാധാനമായിട്ടിരിക്കും, ഇതെല്ലാം അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞ് രാജു അകത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ പോയി എല്ലാ പ്രശ്നവും സോൾവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ജഗന്നാഥനെ ഒട്ട് കാണുന്നില്ല. പത്മാവതി ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുക. പത്മാവതിയുടെ അരികിലോട്ട് വന്ന് ഗീത ചോദിക്കുന്നു, മേഡം ഇതാരെയാണ് കാത്തു നിൽക്കുന്നത്? ജഗന്നാഥേട്ടൻ പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അപ്പോൾ ഗീത പറയുക, സാറിന് എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. ഞാൻ വിളിച്ചു നോക്കി ഗീതേ, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാ. അത് മേഡം റേഞ്ചില്ലാത്ത എവിടെയെങ്കിലും ആയിരിക്കും സാറ് നിൽക്കുന്നത്. മേഡം വിഷമിക്കാതെ സാറിങ്ങ് വരും എന്ന് പറഞ്ഞിട്ട് ഗീത അകത്തോട്ടങ്ങ് പോവുകയാണ്. പക്ഷേ പത്മാവതി ആകെ ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. വേണുവേട്ടനെയും രാജുവും ഋതികയും കൂടെ രാധമ്മയുടെ അടുത്തോട്ട് വരിക. രാധമ്മ ചോദിക്കുക, ആഹാ 3 പേരും ഇങ്ങ് എത്തിയോ? തഹസിൽദാരെ കാണാൻ ഇത്രയും പാടാണെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ വേണുവേട്ടൻ രാധമ്മയോട് പറയാം, ആ കാര്യമൊക്കെ പിന്നീട് നിന്നോട് വിശദമായിട്ട് ഞാൻ പറയാം. എന്തായാലും ഈ ആയുസിൽ ഒരു നുണ പോലും ഞാൻ നിന്നോട് പറയില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാകുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്തിട്ടേ പോകും. രാജു രാധമ്മയോട് പറയുക, ഈ വർമ്മസാറിൻ്റെ വീട്ടിൽ യാമിനി മേഡത്തിന് സുഖമില്ല. അയ്യോ അതെന്ത് പറ്റി? അത് ഡിപ്രഷനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നിങ്ങനെ ഋതിക പറയുക. അപ്പോൾ പ്രിയ ചോദിക്കുക, ഡിപ്രഷനോ? അതൊരു വലിയ രോഗമാണോ? അതൊന്നും എനിക്കറിയില്ല പ്രിയേച്ചി, ജയേട്ടൻ വരുമ്പം ചോദിച്ചു നോക്ക്. രാധമ്മ വിഷമത്തോടെ പറയുന്നു, യാമിനി മേഡം ഒരു മനുഷ്യപ്പറ്റുള്ള കൊച്ചായിരുന്നു, പാവം അതിന് ഈ ഗതി വന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്മണി അങ്ങോട്ട് ഓടി വരുക. എന്തോ എല്ലാവരും പറയുന്നത്? ഞാൻ അറിയുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാൻ ഈ കുടുംബത്തിലെ മുതിർന്ന ഒരു മെമ്പറല്ലേ. അപ്പോൾ പ്രിയ പറയാം, ഓ എല്ലാം അറിയാത്ത അങ്ങോട്ട് കുറ്റമേ ഉള്ളൂ. എന്താ രാജുമോനെ ഇവിടെ പ്രശ്നം? അപ്പോൾ രാജു പറയാം, അളിയൻ്റെ അമ്മേ, വർമ്മസാറിൻ്റെ വീട്ടിൽ യാമിനി മേഡത്തിന് സുഖമില്ല. അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയാം, എന്നിട്ടാണോ എല്ലാവരും നഞ്ചു നിന്ന കുരങ്ങനെ പോലെ ഇങ്ങനെ നിൽക്കുന്നത്? നമുക്ക് വേഗം അങ്ങോട്ട് പോകണ്ടേ? എല്ലാവരും റെഡിയാകും, വാ നമുക്ക് എളുപ്പം തന്നെ അങ്ങോട്ട് പോകണം. കൊച്ചമ്മയുടെ ആ വെപ്രാളമൊക്കെ കണ്ടിട്ട് അവരെല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഋതികയും യാമിനിക്ക് എന്ത് പറ്റിയെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കും. അതിനു മുമ്പേ ജയൻ വന്ന് ഋതികയോട് കാര്യങ്ങളൊക്കെ പറയും. അംബികയുടെ കള്ളത്തരം പൊളിച്ചടുക്കും ഋതികയും രാജുവും. ജഗന്നാഥനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പത്മാവതി വേണുവേട്ടനോട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ദീപക്കാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ ദീപക്കിനെയും അംബികയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.